CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഇങ്ങനെ വലിയ രീതിയിലുള്ള വിശകലനം വരുമ്പോൾ ന്യൂനപക്ഷ ഏകീകരണമാണ് തോൽവിക്ക് കാരണമെന്ന് പറയുമ്പോൾ, ഈ പാർട്ടിയുടെ തെറ്റുകളെ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ, കീഴ്ഘടകങ്ങളിൽ ഉച്ചത്തിൽ ജനങ്ങൾ സഖാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്: പിണറായി വിജയനാണ് തോൽവിക്കു കാരണക്കാരിൽ ഒരാൾ. പിണറായി എടുത്ത സ്റ്റാൻഡ് അത് വലിയ പ്രശ്നമാണ് എന്ന് ഇപ്പോഴും ഒരു വാക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറയാൻ മുതിരുന്നില്ല എന്ന അപകടകരമായ കാര്യം നോക്കൂ നിങ്ങൾ. EP ജയരാജൻ, തോമസ് ഐസക്, അതുപോലെ തന്നെ നിരവധി നേതാക്കന്മാർ ഇന്ന് പ്രായാധിക്യം എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൃത്യമായി ഒരു നേതാവായി, മുഖ്യമന്ത്രിയായി രണ്ടാം ടേമിലും പിണറായി വിജയൻ തന്നെ ഭരിക്കണം എന്ന് ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ ഒരൊറ്റ ശബ്ദമായി പിണറായിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് തോൽവിക്കു കാരണം പിണറായി കൂടിയാണ് എന്ന് പറയാൻ ഒരു തരത്തിലുള്ള മടിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഗോവിന്ദൻ മാഷ് കാണിക്കരുതായിരുന്നു. ഇത് സഖാക്കളുടെ വികാരമാണ്. തുറന്നു പറഞ്ഞോ എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവർ ലോക്കൽ കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റികളിൽ, ജില്ലാ കമ്മിറ്റികളിൽ എല്ലാം ഇരുന്ന് ഇത് പറഞ്ഞത്. എന്നിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുമ്പോ ഞങ്ങൾ അത് പരിഗണിക്കുന്നു, തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറയാനുള്ള ധാർമ്മിക രാഷ്ട്രീയ ഉത്തരവാദിത്വം, ആ മര്യാദ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിണറായി വിജയൻ പ്രായാധിക്യം കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്, അതിലൊരു സംശയം വേണ്ട. അത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചെറുപ്പക്കാർക്ക് വഴിമാറിക്കൊടുക്കാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ കമ്മിറ്റികളുണ്ട് ഇവിടെ. പച്ചയ്ക്ക് കണ്ണൂർ കമ്മിറ്റി വിടണമെന്ന് പോലും പറഞ്ഞത് നമ്മൾ കേട്ടുപോയതാണ്. രാഗേഷിനെതിരെ അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ, AK ബാലനെ പോലെയുള്ള, സുധാകരൻ ഇന്ന് വലതിന്റെ പാളയത്തിൽ നിന്നൊരു നനഞ്ഞ കോഴിയാണ് പിണറായി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സുധാകരന്റെ ശബ്ദം നിയമസഭയിൽ ഉണ്ടാകാൻ കാരണമായ കാര്യത്തിലേക്ക് ഒക്കെ കൊണ്ടുപോയത് ഒരാളാണെങ്കിൽ, ആ ആള് കൂടി ചേർന്നതാണ് തോൽവിക്ക് കാരണമെന്ന് പറയാനുള്ള തന്റെ ഇടം ഈ പാർട്ടി കാണിച്ചിരുന്നെങ്കിൽ വിദൂര ഭാവിയിലെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. അത് സാധിക്കാതെ പോകുന്ന ബ്രാഞ്ച് തലത്തിലെ മുഴുവൻ സഖാക്കളുടെയും പ്രതീക്ഷ വീണ്ടും വലിയ ദൂരത്തിലേക്ക് പോകുന്നു എന്ന് ഇന്ന് സഖാക്കൾ ആ ന്യൂസിന് താഴെ കമന്റ് ഇട്ട് അറിയിക്കുന്നത് വീണ്ടും പ്രതിഷേധം തന്നെയാണ്. പിണറായി മാറണം. 2028 സംസ്ഥാന സമ്മേളനത്തിന് പോലും കാത്തിരിക്കാതെ പുതിയ ആളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് അത് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്.